അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാർക്കാട്. പ്രിയമുള്ള വിശ്വാസി സമൂഹമേ, യഥാർത്ഥത്തിൽ മുസ്ലിം മുഅ്മിൻ ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് സഹായങ്ങൾ ചോദിക്കുകയും അവനോട് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരാളും മുഅ്മിനുകളാണ്. അവസാനമായി വന്ന പ്രവാചകനായ മുഹമ്മദ് നബിക്ക് എത്തിച്ചു കൊടുത്ത ഖുർആൻ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിലൂടെ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോയ ഒരു സമൂഹമാണ് പ്രവാചകനായ മുഹമ്മദ് നബിയുടേത്. ആ സത്യം ഒരുപക്ഷേ ശത്രുവിൻ്റെ പക്ഷത്താണെങ്കിലും എത്ര കയ്പുള്ളതാണെങ്കിലും അത് എത്ര നമുക്ക് വിരോധമാണെങ്കിലും അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു ശേഷി ഉണ്ടാകുമ്പോൾ നാം യഥാർത്ഥത്തിലുള്ള പ്രവാചകനെ കൈവിടില്ല, ഖുർആനെ കൈവിടില്ല, അള്ളാഹുവിനെ കൈവിടിയില്ല. അതുപോലെ തന്നെ പിന്നീട് വരുന്ന യഥാർത്ഥത്തിലുള്ള ഔലിയാക്കളെ കൈവിടുകയില്ല. അവർ പറയുന്ന ഏകദൈവ വിശ്വാസത്തെ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന സമസ്തകൾ ഇസ്ലാമിലില്ല, സുന്നി മുസ്ലിമിലില്ല. കാരണം ഇത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട മതത്തിലെ ഭാഗമാണ്. അള്ളാഹു ഒരു പ്രോഡക്റ്റ് ഒരാളുടെ കയ്യിൽ കൊടുത്തു വിടുന്നു. ആ കൊടുത്തു വിടുന്ന ആളുടെ പേരാണ്, അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ പേരാണ് പ്രവാചകൻ. അതിനകത്ത് ഈ പ്രവാചകനോ അതോടൊപ്പം തന്നെ അതിൻ്റെ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ അത് പ്രബോധനം ചെയ്യുന്ന പണ്ഡിതന്മാർക്കോ കൂട്ടുവാനോ കുറക്കുവാനോ അധികാരമില്ല. ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിനോ അല്ലെങ്കിൽ അത് കച്ചവടമാക്കുന്ന കച്ചവടക്കാരനോ യാതൊരുവിധ അധികാരവും അതിനകത്ത് എന്തെങ്കിലും കൂട്ടുവാനോ കുറക്കുവാനോ അധികാരമില്ല. എന്നതുപോലെ തന്നെ ദൈവിക ഗ്രന്ഥങ്ങളിൽ ആർക്കും തന്നെ കൈകടത്താൻ പാടില്ല. അങ്ങനെ കൈകടത്താതെ ജീവിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് സഹായം ചോദിക്കുകയും അവനോട് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ഏതു ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും അതുപോലെ തന്നെ നമുക്ക് എതിരെ നിൽക്കുന്ന ഭരണാധികാരി ആണെങ്കിൽ തന്നെ അത് ഭരണാധികാരി ആണ് എന്നും നമ്മോട് ശത്രുതയിൽ നിൽക്കുന്ന രാജ്യമാണെങ്കിൽ തന്നെ അതൊരു രാജ്യമാണ് എന്നും അങ്ങനെയുള്ള എല്ലാ സത്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനമുണ്ടാകും. ഇല്ല എങ്കിൽ നാം മാത്രം മതി, അല്ലെങ്കിൽ നമ്മുടെ പേരുകൊണ്ട് മാത്രമുള്ള ആളുകളെല്ലാം മുസ്ലിമാണ് എന്ന തെറ്റായ ധാരണയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് സമാധാനമുണ്ടാവുകയുമില്ല, നാളെ പാരത്രിക ലോകം ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നാം സമസ്തകളെ വിടുക, സുന്നി വിടുക, മുസ്ലിം ആവുക. പിന്നെ അതുപോലെ തന്നെ പിന്നീട് കൂട്ടിച്ചേർത്ത തങ്ങന്മാർ അല്ലെങ്കിൽ ബീവികൾ അല്ലെങ്കിൽ അത്തരം ആളുകൾക്കൊക്കെ ആത്മീയമായ കഴിവുണ്ട് എന്ന് അവർ പറയുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നാം പറഞ്ഞുകൊണ്ട് അവരെ വാഴ്ത്തപ്പെടുക, അതും സത്യനിഷേധമാണ്. കാരണം അവർക്ക് അത്തരം കഴിവുകളില്ലല്ലോ, അത് യാഥാർത്ഥ്യമാണല്ലോ. അവരെ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട, പണ്ഡിതന്മാർക്കോട് ബഹുമാനം കാണിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സുന്നികളായ പണ്ഡിതന്മാർ ഇസ്ലാമിലില്ല.
സമസ്ത നേതൃത്വം കൊടുക്കുന്ന വിഭാഗം ഇസ്ലാമിൻ്റെ ഭാഗമല്ല. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ നാം അത്തരം ആളുകളെ കൈവെടിയുകയാണ് നമുക്ക് അവരോട് കൂട്ടുപിടിക്കുന്നതിനേക്കാൾ ഗുണം. കൈവെടിയുമ്പോൾ അള്ളാഹു ഗുണം ചെയ്യും, കൂട്ടുപിടിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശത്രുഭാഗമായ അഥവാ ഇസ്ലാമിന് വിരുദ്ധമായ ഏകദൈവ വിശ്വാസികളല്ലാത്തവരായ അവരെ നാം കൈപിടിച്ചാൽ അവർ എവിടെയാണോ നിൽക്കേണ്ടി വരുന്നത് ആ സ്ഥാനത്തേക്ക് നമ്മളെ അള്ളാഹുവും എത്തിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വർഗം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നാം തലച്ചോറ് പ്രവർത്തിക്കുക, സുന്നികളെ മാറുക ഇൻഷാ അള്ളാഹ്. അപ്പോൾ മുസ്ലിമിനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഇതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലാവട്ടെ മറ്റു രാജ്യങ്ങളിലാവട്ടെ 100,000-ൽ പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരൊക്കെ ഉന്നയിച്ച അല്ലെങ്കിൽ അവരൊക്കെ കൊണ്ടുവന്ന ആ ഒരു ബേസ്മെൻ്റ് ഓഫ് ഇസ്ലാം എന്താണ്? ഏകദൈവ വിശ്വാസമാണ്. അതിലൂന്നി ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരം യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഹിന്ദുവോ ക്രിസ്ത്യാനിയോ യഹൂദിയോ മറ്റ് ഏത് വിശ്വാസിയാണെങ്കിലും അത്തരം ആളുകൾക്ക് പറയുന്ന പേരാണ് മുഅ്മിൻ. കാരണം അവർ ആ മുമ്പുണ്ടായിരുന്ന ആ പ്രബോധന കാലഘട്ടത്തിലുണ്ടായ ആ ഗ്രന്ഥത്തിൽ കൂട്ടിച്ചേർക്കാതെ സുന്നികൾ ചെയ്തതുപോലെ സമസ്തകൾ ചെയ്തതുപോലെ അത്തരം ഒന്നും ചെയ്യാതെ ആ യഥാർത്ഥ ഗ്രന്ഥത്തിലേക്ക് മടങ്ങുന്നവരെയാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അതായത് യഹോവയെ ആരാധിക്കുക, യഹോവയോട് സഹായം ചോദിക്കുക, യഹോവയോട് പ്രാർത്ഥന അർപ്പിക്കുക, ദൈവത്തോട്, ജഗദീശ്വരനോട്, ഭഗവാനോട് ഇത്തരം അപരനാമങ്ങളിൽ നാം വിളിച്ചാലും ദൈവം വിളി കേൾക്കും. അതുകൊണ്ട് തന്നെ അത്തരം ബിംബ ആരാധനക്ക് തുല്യമായ രീതിയിലുള്ള മരണപ്പെട്ടവരെയോ ജീവിച്ചിരിക്കുന്നവരെയോ നാം വിളിക്കാതെ യഥാർത്ഥ ദൈവത്തെ വിളിക്കുക. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ഔലിയാക്കൾ ഉണ്ട് എങ്കിൽ അവരോട് നാം സഹായം ചോദിച്ചാൽ നമുക്ക് സഹായം നൽകുന്നത് അള്ളാഹുവാണ്. അത് അവനക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് നൽകുക. അല്ലാതെ ഈ ഔലിയ ഉദ്ദേശിച്ച ആൾക്കത് കിട്ടിക്കൊള്ളണം എന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നാം യഥാർത്ഥ ഇസ്ലാമിനെ അറിയുക, യഥാർത്ഥ മുസ്ലിമിനെ പരിചയപ്പെടുക, യഥാർത്ഥ മുഅ്മിനെ പരിചയപ്പെടുത്തുക. ഈ യഥാർത്ഥ മുസ്ലിമും ഈ യഥാർത്ഥ മുഅ്മിനും എന്താണ്? സ്വർഗ അവകാശികളാണ്. അതുകൊണ്ട് അവരെ നാം ഇസ്ലാമിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവർ ഇസ്ലാമിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിൻ്റെ ഭാഗമാണ് ആര്? മുസ്ലിമും മോമിനും. അതുകൊണ്ടാണ് യാ അയ്യുഹൽ മുസ്ലിമൂന വൽ മുഅ്മിനൂൻ, യാ അയ്യുഹൽ മുസ്ലിമൂന വൽ മുഅ്മിനൂൻ, യാ അയ്യുഹൽ മുസ്ലിമൂന വൽ മുഅ്മിനൂൻ എന്ന് ഖുർആൻ അടിക്കടി തുടർന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കാൻ കാരണം. ഇനി ഇത് പറയാനുള്ള യോഗ്യത എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, സർവശക്തനായ അള്ളാഹു എനിക്ക് നേരിട്ട് അറിയിച്ചു തന്നത് പ്രകാരം ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും എൻ്റെ താഴെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രഖ്യാപിക്കുന്നത്. അള്ളാഹുവാണ് സത്യം. സത്യം ജയിക്കട്ടെ, അസത്യം പരാജയപ്പെടട്ടെ ഇൻഷാ അള്ളാഹ്.